ഭരണാധികാരി. ഈ നാട് മുഴുവൻ വെള്ളത്തിലായി. കുട്ടനാട് മാത്രമല്ല, ഈ അപ്പർ കുട്ടനാട് മേഖല, തോട്ടപ്പള്ളി, അമ്പലപ്പുഴ, പുറക്കാട്, തൈത്തിറ, ഈ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. മുട്ടുവരെയുള്ള തകഴി മുഴുവൻ അപ്പർ കുട്ടനാട് മേഖല മുഴുവൻ വെള്ളത്തിനടിയിലായിട്ട് ഈ പൊഴി മുറിക്കാൻ മഴക്കാല മുന്നൊരുക്കങ്ങൾ ഒന്നും നടത്താതെ, ഈ നാട്ടിൽ ഒന്നും നടത്താതെ പഞ്ചായത്തുകാരും സർക്കാരും കൊടിയ അനീതിയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് നൽകിയത്, ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തത്. ഇപ്പോഴാണോ കൈലാവ് കയ്യിന്ന് പോയ അമേരിക്കക്കാരനെ പോലെ എന്ത് ചെയ്യാൻ അറിയാൻ വയ്യാതെ എന്ത് ചെയ്യണം ഈ നാടിനെ രക്ഷിക്കാൻ, വെള്ളത്തിൽ മുങ്ങിപ്പോയ വീടിന്റെ എല്ലാ ആവാസ വ്യവസ്ഥകളും തകർന്ന ഒരു ജനതയെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അധികാരികൾ ഇവിടെ ആദ്യം തന്നെ പൊഴി മുറിക്കാൻ തുടങ്ങിയതാണ്. ആ പൊഴി മുറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് കപ്പൽ മുങ്ങിയെന്നുള്ള പേരും പറഞ്ഞ് മുറിച്ച പൊഴി അടച്ചുവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്തു പറ്റി? ഇപ്പം മഴ വന്നപ്പോഴത്തേക്ക് തുറന്നിട്ട് വെള്ളം കടലിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല, വെള്ളം സാഹചര്യത്തിൽ ഒഴുക്കുന്നില്ല. 4, 5, 10 JCBകൾ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് മണൽ നീക്കിക്കൊടുത്താൽ ഈ വെള്ളം കടലിലേക്ക് പോകും. അത് ചെയ്യാതെ ഈ കരിമണൽ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി സർക്കാർ ചെയ്തിരിക്കുന്ന വലിയ ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് ഇവിടെ നടന്നിരിക്കുന്ന ഈ വലിയ ദുരന്തം. കേരള മുഖ്യമന്ത്രി വിചാരിച്ചിരിക്കുന്നത് ഈ ദുരന്തവും വിറ്റ് കാശാക്കാം, ഈ ദുരന്തവും വിറ്റ് വോട്ടാക്കാം എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കുന്നതല്ലാണ്. ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ജനതകൾ കണ്ടല്ലോ, ആരുടെയും ആഹ്വാനം ഇല്ലാതെ ഇവിടെ എത്തിയിരിക്കുന്ന സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ അവർ ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ഈ ഭരണാധികാരി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ